നമ്മുടെ ഈ സ്നേഹതീരത്തിൽ പ്രിയദർശിനി പബ്ലിക് ലൈബ്രറി ആദ്യമായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര സമർപ്പണ ചടങ്ങും ആരംഭിക്കുകയാണ്. ആദരണീയനായ നമ്മുടെ നാട്ടിലെ MLA ശ്രീ CC മുകുന്ദൻ അവർ കടന്നു വരികയാണ്. ഈ വായനശാലയ്ക്ക് പുറകിൽ മാത്രമല്ല, ഈ വായനശാലയുടെ ചുമരിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ആര് വിചാരിച്ചാലും മട്ടിമറിക്കാൻ കഴിയാത്തതാണ് ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ ആമുഖവും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതാണ് തളിക്കുളം പബ്ലിക്. ജനങ്ങളുടെ രാഷ്ട്രീയമാണ്, മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ്, മനുഷ്യനെ തിരിച്ചറിയുന്ന രാഷ്ട്രീയമാണ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഈ വായനശാലക്കുണ്ട്. എന്നാൽ കൊടിയടയാളങ്ങളുടെ കക്ഷി രാഷ്ട്രീയം ഈ വായനശാലയ്ക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്നുകൂടി നിങ്ങളെ സ്നേഹത്തോടു കൂടി അറിയിക്കട്ടെ. ഈ വായനയുള്ള മെമ്പർഷിപ്പ് 75 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഈ വായനശാലയിൽ സൗജന്യമായി പുസ്തകം എടുക്കാനും വായിക്കാനുമുള്ള അംഗത്വം നൽകും. അതാണ് മാത്രം 1,90,000 രൂപയുടെ പുസ്തകം മാതൃഭൂമിയിൽ നിന്ന് മാത്രം വാങ്ങിയിട്ടുണ്ട്, മനോരമയിൽ നിന്ന് പുസ്തകം വാങ്ങിയിട്ടുണ്ട്, DC ബുക്ക് 1,86,000 രൂപയുടെ പുസ്തകം വാങ്ങി, സാഹിത്യ അക്കാദമിയിൽ നിന്ന് 75,000 രൂപയുടെ പുസ്തകം വാങ്ങി. ഇതാ ചിന്ത പബ്ലിക്. ഈ വായനശാലയ്ക്ക് ഉള്ള ഇസം എന്താണെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയും വായനശാലയായി മാറിയിരിക്കും എന്ന കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ അവസരം വിനിയോഗിക്കാം. ഇത് വായനശാലയാണെങ്കിലും വേടൻ, ആ പുഴയിൽ വേടൻ മാത്രമല്ല കൈവച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മലയാളികളുടെ മനസ്സ്, യുവാക്കളുടെ മനസ്സ്, ചിന്തിക്കുന്നവരുടെ മനസ്സ്, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വേടന്റെ കൂടെയുണ്ട്. വേടന്റെ കൂടെ മനസ്സുള്ള അതിന്റെ ഭാഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഈ സാംസ്കാരിക ഊർജത്തിൽ നിന്നാണ് വളർന്നു വന്നത്. അതിൽ പ്രിയപ്പെട്ട TN പ്രതാപനാണ്. കാരണം എന്തുകൊണ്ട് TN പ്രതാപൻ വേണ്ട തിരിച്ചറിയും? കടലിലെ മാഷും കടയിലെ ടീച്ചറും എന്നൊരു ആത്മകഥാ ഗ്രന്ഥം TN പ്രതാപൻ പിന്നീട് പോരാടി വളർന്നു. അതിന് അയാളെ പ്രാപ്തിയാക്കിയത് കടലിലെ അമ്മയാണ്. ആ അമ്മ അവിടെ അമ്മയെ പാടി. ഈ ഇയാൾക്ക് മുമ്പ് പാടിയ ആളുകളാണ് കലാഭവമണിയും കൊണ്ടു. അവർ പാടി പ്രശസ്തമാക്കിയ പാട്ടായതുകൊണ്ട് ഇപ്പോൾ പാടുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. വേറെ എന്നോട് ക്ഷമിക്കണം, ഞാൻ നല്ല പാട്ടുകാരനല്ല. നിങ്ങൾക്കൊരു ആശംസ പുനരാരംഭിക്കുന്ന നിർവഹിക്കുന്നതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ പ്രസംഗം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ ഏറ്റവും കൃത്യമായും ഭംഗിയായും മലയാളത്തിലെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രഭാഷകനാണ് ലീലാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാകട്ടെ, വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട വേടൻ. അതോടൊപ്പം തന്നെ ഒക്കെ ചെയ്ത പ്രസ്ഥാനങ്ങളും സാംസ്കാരിക സംഘടനശീലമായ നവോത്ഥാന ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. പോലെ അടിസ്ഥാന ജനതയിൽ നിന്നാണ് ലോകത്തിലെല്ലായിടത്തും കലയും അവരുടെ എല്ലാ കാലത്തും സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കണ്ട് വേടനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവർക്ക് പിന്മാറേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യം. ഞാൻ ലീലാകൃഷ്ണനൊക്കെ സംസാരിക്കുകയായിരുന്നു. ഞങ്ങളെപ്പോലുള്ളവർ വേടനിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് യുവതലമുറ അദ്ദേഹത്തെ കേരളത്തിലെ സാംസ്കാരിക രംഗം വളരെയേറെ പഠ്യസ്ഥാപനങ്ങൾ പോലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മഹാനായ കലാകാരൻ നമ്മൾക്കൊപ്പം ഇവിടെ പങ്കുചേരുന്നത്. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യ നായകന്മാരാണ്. മലയാളത്തിന്റെ ജീവനാണ് രണ്ടുപേരും. പാവപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു കാലഘട്ടം, ഒരു തലമുറ സ്നേഹിതനും സുഹൃത്തുമായിട്ടുള്ള വിഷയമാണ്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ വില്ലുവണ്ടിയിൽ പായുന്ന മഹാന്റെ തലക്കത്തെ പറ്റി പറയുമ്പോൾ സദസ്സിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രങ്ങൾ എടുത്തു കാണിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് ഇവിടെ പാടുന്നതും അവിടെ അതിനോടുള്ള പ്രതികരണം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിന്റെ പ്രസക്തി ഈ കാലത്ത് ഏറ്റുപിടിക്കുന്ന കാര്യത്തിൽ സംശയം. നമ്മൾ മഹാത്മാ അയ്യങ്കാളിയെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നു, മഹാനായ അംബേദ്കറെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നു.
നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ പറയുന്നത്, വാക്കുകളിൽ പറയുന്നത്, എഴുത്തിൽ, വരയിൽ, എല്ലാത്തിലും പറയുന്ന കാര്യങ്ങളെ ഈ പറയുന്ന ഈ കുറിക്ക് കൊള്ളുന്ന വാക്കുകളിലൂടെ ആ വാക്കുകളിലൂടെ മനുഷ്യന്റെ കാതുകൾ അവരുടെ കൈകാലിലേക്കും ചിന്തകളിലേക്കും ഒക്കെ പടരുന്ന തരത്തിലേക്ക് ആക്കി തീർക്കാൻ ഈ ചെറുപ്രായത്തിൽ ഈ മനുഷ്യൻ, ഈ കുട്ടിക്ക് എന്നിവിടെ നേരത്തെ പിന്നെ അലങ്കോട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അശോകൻ സൂചിപ്പിച്ചതുപോലെ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഇന്നലെ സംബന്ധിച്ചുമാണ് അയാൾ പാടുന്നതെങ്കിലും അയാൾ എഴുതുന്നതെങ്കിലും അയാളുടെ പാട്ടും അയാളുടെ വരികളും നമുക്ക് നാളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണം. അതിന് ഇച്ചിരി ധൈര്യവും വേണം എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. പ്രത്യേകിച്ച് സിനിമയ്ക്ക് ഒരു പേരിട്ടതിന്റെ പേരിൽ ആ സിനിമ പുറത്തിറക്കാൻ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ ഈ പറയുന്ന വരികളുടെ ഉടമയെ ജാതി ഭീകരവാദത്തിന്റെയൊക്കെ വക്താവാക്കി ചിത്രീകരിക്കാൻ ഫാസിസ്റ്റ് ലോകം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്കതിനെ ഒന്നും ഭയമില്ല. എൻ്റെ ഈ ഉള്ളാണ് ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്, ഞാൻ കാണുന്നതാണ് ഞാൻ പാടുന്നത് എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്നിടത്താണ് അയാൾ ചെല്ലുന്നിടത്ത് കാന്തം പോലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു കലാകാരന്റെ സൃഷ്ടി, ഒരു കലാകാരന്റെ ജന്മത്തെ, ഒരു കലാകാരന്റെ ഉദ്ദേശത്തെ ഈ കേരളീയ പൊതുസമൂഹം വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുന്നത് എന്ന കാര്യത്തിന് സംശയമാണ്. നമുക്കൊരു പാട്ട് കേൾക്കാൻ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള അവസ്ഥകളുണ്ട്. വളരെ ശാന്തമായിട്ട് നമ്മളൊരു കസേരയിൽ ഇരുന്ന് ഒന്ന് മയങ്ങിപ്പോയേക്കാവുന്ന പാട്ടുകൾ നമ്മൾ കേൾക്കുന്നതും ആ പാട്ട് എഴുതുന്നതും ആ പാട്ടിന് സംഗീതം നൽകുന്നതും ആ പാട്ട് പാടുന്നതും ഒക്കെ ഒരു കഴിവ് തന്നെയാണ്. അതൊക്കെ കല തന്നെയാണ്. അതിനെയും നമ്മൾ അറിഞ്ഞ് ആസ്വദിക്കാറുണ്ട്. മനോഹരമായ ചില യാത്രകളിൽ നമ്മൾ വെക്കുന്ന പാട്ടുകൾ, ആ പാട്ടുകൾ ആ യാത്രയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത്, ആ യാത്രയുടെ അനുഭൂതിയെ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെയാണ്. മനസ്സിന് താങ്ങാൻ കഴിയാത്ത വിരഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, ആ പാട്ടുകൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തോട് സംവദിക്കുന്നത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ അടങ്ങാത്ത പ്രണയത്തെ ചില പാട്ടുകൾ ഏറ്റെടുത്ത് നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ മൂടുമ്പോൾ ആ പ്രണയം ആ വരികളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രണയവും പുറത്തേക്ക് വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില അസ്വസ്ഥതകൾ, നമ്മുടെ ചില ഫ്രസ്ട്രേഷൻസിനെ ഏറ്റെടുത്ത് അതൊരു ആക്ഷൻ കോളാക്കി മാറ്റുന്ന തരത്തിലുള്ള വരികൾ അപൂർവമായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ വരാറുള്ളത്. വേടന്റെ പാട്ടുകൾ രണ്ട് തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ അസ്വസ്ഥത ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുക എന്ന് തന്നെയാണ്. എങ്ങനെയാണ് അസ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്? യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നേരെ പിടിച്ചിട്ടാണ് അസ്വസ്ഥതകൾ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്. ആ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മളെ പ്രവർത്തിക്കാൻ പ്രചോദനമാകുന്നതാണ്, കാഴ്ചപ്പാടുകളെ മാറ്റാൻ പ്രചോദനമാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ വരികൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെതല്ല, പക്ഷെ അത് മറന്നുപോയി അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നുവെന്ന് ചെറുപ്പക്കാരിൽ നാം ആരോപിക്കുന്ന രാഷ്ട്രീയ ബോധത്തെ വീണ്ടെടുക്കാൻ, അതിന് കരുത്തു പകരാൻ, അവർ പ്രതികരിക്കാൻ, അവർ ചിന്തിക്കാൻ, അവരെഴുതാൻ, അവർ വരക്കാൻ, അവർ പറയാൻ, അവർ പാടാൻ, അവർ പങ്കാളികളാവാൻ, അവരൊരു മാറ്റത്തിന് തിരികൊളുത്താൻ കെൽപ്പും ശക്തിയും അവർക്ക് നൽകുന്ന വരികളാണ്. എന്നതുകൊണ്ട് തന്നെയാണ് വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. മറ്റൊരു അസ്വസ്ഥതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള അസ്വസ്ഥതയായിട്ട് മാറുന്നു. ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ ആ വരികളിലൂടെ ഉൾക്കൊള്ളുമ്പോൾ ആ വരികൾ പാഠ്യവിഷയമാക്കണം എന്ന് ആഗ്രഹിക്കുന്നിടത്ത് വിശദീകരണം ചോദിക്കുന്നതും ആ അസ്വസ്ഥതകളുടെ പേരിൽ തന്നെയാണ്. അത് ജാതി ഭീകരതയാണെന്ന് പറയുന്നതും ആ അസ്വസ്ഥതകളുടെ പേരിൽ തന്നെയാണ്. അവിടെ ഈച്ചർ എന്നൊക്കെ പറയപ്പെടുമെങ്കിലും ഒരു തരത്തിലും അങ്ങനെ വിളിക്കാൻ, ഒരു തരത്തിലും അങ്ങനെ ഒരു അവകാശവാദം മുന്നോട്ട് വെക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാദങ്ങൾ അവിടെ നമ്മൾ ആസ്വദിക്കുക മാത്രമല്ല, വേടന്റെ വരികൾ നമ്മൾ ആസ്വദിക്കുക മാത്രമല്ല, പക്ഷെ ആ വരികൾ നമ്മളിലേക്ക് പകരുന്നത് ഒരു പ്രചോദനമാണ്. പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ള, പ്രതികരിക്കാനും സമൂഹത്തിൽ ഇടപെടാനുമുള്ള, ചുറ്റുപാടിലേക്ക് കണ്ണയക്കാനുള്ള പ്രചോദനമാണ്. ആ പ്രചോദനത്തിനാണ് തീർച്ചയായിട്ടും ഒരു അംഗീകാരം ഇവിടെ പ്രിയദർശിനി വായനശാലയുടെ പേരിൽ നൽകുന്നത് എന്നുള്ള കാര്യത്തിന് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ വരികളിവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ വരികൾ അത് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിന്ന് ഒരു വായനശാല തുടങ്ങി. പുസ്തകങ്ങൾ
പിന്നെ ബിഗ് രാശിയാണ് ഇതുപോലെ ഇത്രയും TV സാധനങ്ങളും സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള സാധനങ്ങളൊക്കെ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടും ഇന്നും മനുഷ്യന്റെ ഓർമ്മകൾ ഏറ്റവും കരുത്തോടെ സംഭരിച്ചു വെച്ചിരിക്കുന്നത് കടലാസിൽ തന്നെയാണ്, പുസ്തകങ്ങളിൽ തന്നെയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ചുരുട്ടിയാൽ ചുരുണ്ടു പോകുന്ന, കത്തിച്ചാൽ കത്തിപ്പോകുന്ന, വെള്ളത്തിലിട്ടാൽ അത് അലിഞ്ഞു പോകുന്ന കടലാസിൽ തന്നെയാണ് ഇപ്പോഴും. വേറെ എല്ലാ ആധുനിക സാങ്കേതിക വന്നിട്ടും ഇപ്പോഴും മനുഷ്യന്റെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ സംഭരിച്ചു വെച്ചിരിക്കുന്നത് കടലാസിൽ തന്നെയാണ്. ആ മരണമില്ലാത്ത ഓർമ്മകൾ, ആ ഓർമ്മകളെയാണ് പ്രിയദർശിനി വായനശാല പുതിയ തലമുറയ്ക്ക് വേണ്ടി നവീകരിച്ച് ഈ സ്നേഹതീരത്തിന്റെ തീരത്ത് ഇതുപോലെ പ്രതാപേട്ടനെ അതുപോലെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളുടെയും നേതൃത്വത്തിൽ വീണ്ടും ഒരു ബാല്യത്തെ, വീണ്ടും യുവത വായിക്കുന്ന ഒരു കാലത്തെ വീണ്ടും സ്വപ്നത്തോടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, എഴുതപ്പെട്ടതിനേക്കാൾ കേട്ടതിനേക്കാൾ നാളെ പാടിയേക്കാൾ ഇതിനെ പകർത്തുന്ന പല സാങ്കേതികതയുടെ കാര്യങ്ങളും നാളെ വന്നേക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് ശബ്ദത്തെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു കാലത്തെ സംബന്ധിച്ച് സ്വപ്നം കാണുന്ന ഇക്കാലഘട്ടത്തിലും ഈ പറയുന്ന ഉച്ചനീതിത്വങ്ങൾക്കെതിരെ ഒരാൾക്ക് പാടേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വരികൾക്കും മരണമുണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഈ യുവത കൊടുക്കുന്ന സന്ദേശം. തീർച്ചയായിട്ടും അതിന് കേരളമെമ്പാടും ആ പേര് കേൾക്കുമ്പോൾ ചെറുപ്പക്കാർ ഒഴുകിയെത്തുന്നത് ഈ തിരമാലകൾ കണക്കെ വേടനിലേക്ക് അവർ വരുന്നത്. ഇവിടെ വന്ന് അവസാനിക്കാനല്ല, അവിടെ വന്ന് ആ പാട്ടിന്റെ വരികളുടെ ഉടമയുമായി നടത്തുന്ന സംവാദത്തെ ഏറ്റെടുത്ത് തിരിച്ച് കടൽ പോലെ ലോകത്തേക്ക് ചെന്ന് അവിടെ ചുറ്റുപാടിലും ആ സന്ദേശം പകരാൻ കൂടി ആയിരിക്കണമെന്നുള്ള പ്രചോദനമാണ് ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും വേടന്റെ വരികൾക്ക്, ചിന്തയ്ക്ക് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും കേരളീയ പൊതുസമൂഹത്തിന്റെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ട് പറഞ്ഞതിന്റെ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ തെറ്റുപറ്റാത്ത അല്ലെങ്കിൽ വീഴ്ചകളും സംഭവിക്കാത്ത ആളുകളായി സ്വയം ആര് കൽപ്പിച്ചാലും ഒരു മനുഷ്യൻ എന്ന നിലക്ക് ആർക്കും സംഭവിച്ചു പോയേക്കാവുന്ന വീഴ്ചകൾ. പക്ഷെ അങ്ങനത്തെ വീഴ്ചകളെ അതിന് വേട്ടയാടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ഈ പറയുന്ന ഒരു ഇൻഫ്ലുവൻസറായി മാറുമ്പോൾ തന്നെ ഉറ്റുനോക്കുന്ന അനിയന്മാരോട് എനിക്ക് അത്തരത്തിൽ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് ആവർത്തിക്കില്ല, എന്റെ തെറ്റുകൾ ഞാൻ തിരുത്തും, ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഈ പറയുന്ന ആ മനുഷ്യൻ, ഞാൻ അതിനെ കൂടെ അംഗീകരിക്കാനും അതിനെ കൂടെ ഈ പറഞ്ഞതുപോലെ അതിനെ കൂടെ ഏറ്റെടുക്കാനും ഇവിടുത്തെ യുവത ഉൾപ്പെടെയുള്ള ആളുകളോട് പറയാം. അതുപോലെ ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ, ഇപ്പൊ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ഭയങ്കര വേറെ വലിയ അർത്ഥത്തിൽ പറയുന്ന സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആളൊന്നുമല്ല. പക്ഷെ അയാൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂ അത് കാണാനിടയായി. വളരെ മനോഹരമായ ഒരു തുറന്നു പറച്ചിൽ, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സംഭവിച്ച എല്ലാ വീഴ്ചകളെയും തുറന്നു പറഞ്ഞിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധമായ ചില വാചകങ്ങൾ നമ്മൾ കേൾക്കാനിടയായി. ഇവിടെ ഇനിയിപ്പം വേടൻ നമ്മളോട് പറയുന്നത്, നമുക്ക് നമ്മുടെ ബോധം നശിക്കപ്പെട്ട ബോധത്തിന്റെ അവസ്ഥയിൽ നമുക്കുണ്ടാവുന്ന ലഹരികളല്ല, പ്രഷറുകളല്ല, നേരെ മറിച്ച് സ്വബോധത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിന് കേൾക്കുന്ന പാട്ടും കാണുന്ന നൃത്തവും അതുപോലെ തന്നെ വരികളും അതൊക്കെയാണ്, അല്ലെങ്കിൽ മനോഹരമായ കായിക മുഹൂർത്തങ്ങളും അതൊക്കെയാണ് നമുക്ക് ലഹരിയായി മാറേണ്ടത് എന്ന് തന്നെയാണ്. ഇപ്പൊ ബോധം നശിച്ചിട്ടല്ല വേടന്റെ വാക്കുകൾ, നല്ല ബോധത്തോടെ നല്ല ഉയർന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് വേടന്റെ വാക്കുകൾ വരികളാക്കപ്പെടുന്നത്, അത് പാട്ടുകളായി മാറുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ റാപ്പ് സംഗീതത്തിന് ഒരുപാട് കാലത്തിന്റെ ചരിത്രവും പിന്നെ പരിചയമൊന്നും പറയാനില്ല. റീസെന്റ് അടുത്ത കാലത്തേക്ക് നമ്മുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള ഒരു സംഗീതമായിരുന്നു കേരളത്തിൽ റാപ്പ്. നമ്മുടെ ചുറ്റുപാടിനെ പറ്റി പാടുമ്പോൾ അല്ലെങ്കിൽ തന്നെ പറ്റ കല്ലുപോലെ ഒരുത്തിയെ പറ്റി പറയുമ്പോൾ ആ കല്ലുപോലെ ഒരുത്തിക്ക് അഭിമാനിക്കാം, കല്ലുപോലെ ഒരുത്തനെ തന്നെയാണ് ഒരു അമ്മ പെറ്റിരിക്കുന്നത് എന്നുള്ളത് ഈ ജീവിതം കൊണ്ട്, ചെറിയ പ്രായം കൊണ്ട് അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശങ്ങളിലൂടെ വ്യക്തമാവുകയാണ്. അതുപോലെ രാഷ്ട്രീയ ബോധത്തിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നവർ, അവർക്ക് ചുറ്റുപാടിലേക്ക് കണ്ണയക്കാനുള്ള കഴിവുകളില്ല എന്ന് കരുതുന്നവർ, അവരുടെ ലോകം ആറഞ്ച് സ്ക്രീനിന്റെ വ്യാപൃതിക്കപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പരാതിപ്പെടുന്നവരുടെ മുമ്പിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വരികൾക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ അപ്പുറത്ത് അയ്യങ്കാളിയുടെ ചിത്രം ഉയർത്തി കാണിക്കാനുള്ള രാഷ്ട്രീയ ബോധത്തെ അതിന് ഉൾക്കൊള്ളുന്ന ഒരു യുവതയുടെ ഒരു വലിയ പ്രചോദനമായിട്ട് ഈ ചെറുപ്പക്കാരന് തുടരാൻ കഴിയട്ടെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നിലക്കാത്ത തിരമാലകൾ പോലെ മനുഷ്യന്റെ തലച്ചോറിനെയും ഹൃദയത്തെയും കാതുകളെയും അതിന്റെ തീരങ്ങളെയും ഇനിയും തേടിയെത്തട്ടെ. അഭിമാനത്തോടെ ഈ നാടിന്റെ മലയാളിയുടെ വേടന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാനൊരു വാക്കുകൂടെ പറയുന്നു. ഇ.എൻ. പ്രതാപൻ എന്ന പൊതുപ്രവർത്തകൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ സാധാരണ ചുറ്റുപാടിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ള വളർന്നു വന്നിട്ടുള്ള ആളാണ്.
ഈ ക്യാമ്പിൽ ഞങ്ങൾ പഠിച്ച സമയത്തും അദ്ദേഹത്തിന്റെ പാട്ടിലെ വരികൾ അന്ന് ഞങ്ങൾ ഓർത്തിരുന്നു. ഈ പറയുന്ന കടലും തീരങ്ങളും ജീവിതത്തിൽ നൽകിയ വേദനയും സന്തോഷവും അനുഭവങ്ങളും അതിനെ പാഠമാക്കി വളർന്നു വന്നൊരു മനുഷ്യൻ ഈ ചെറുപ്പകാലത്തോട് സംവദിക്കാൻ തയ്യാറാവുന്ന തരത്തിൽ ജനറേഷൻ ഗ്യാപ്പില്ലാതെ ഈ യുവതയുടെ താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നടത്തുന്ന ഈ നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ സംഗമം തീർച്ചയായിട്ടും അതും ഒരു പ്രചോദനമാണ്. പ്രധാനമായിട്ടും ഒരിക്കൽ കൂടി നാടിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേദിയിൽ രേഖപ്പെടുത്തുന്നു. വേടനെ കേൾക്കാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേടൻ മുന്നോട്ട് പോട്ടെ, അതിനോടൊപ്പം കേരളത്തിന്റെ യുവത ഉണ്ടാവട്ടെ എന്ന വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ. താങ്ക് യു. ജയ്. വേടന് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം സമ്മാനിക്കാൻ വേണ്ടി പോവാണ്. പ്രിയമുള്ള ശ്രീ ഷാഫി പറമ്പിൽ MP ആണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ വേടന് കറുത്ത ബുദ്ധൻ എന്ന് വേടനെ വിശേഷിപ്പിക്കാനാണ് ഈ കടലോരത്തിന് കൂടുതൽ പ്രിയമെന്ന് കൂടി പ്രത്യേകം പറയുന്നത്. കേരളത്തിൽ ആദ്യമായി വേടന് പ്രഖ്യാപിച്ച പുരസ്കാരമാണ് പ്രിയദർശിനി പുരസ്കാരം. അതിനുശേഷമാണ് പിന്നീട് തിരുവനന്തപുരത്ത് മറ്റൊരു പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഈ പുരസ്കാരത്തിന് എൻ്റെ പ്രശസ്തി പത്രം ഡോക്ടർ NS അബ്ദുൽ ഹമീദ് ആദ്യം വായിക്കും. ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ചെയ്തോളൂ പ്രതാപേട്ടൻ. പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് പറഞ്ഞ് പൊളിക്കാനുള്ള ഞാൻ പൊളിച്ചോട്ടെ. ഇത്ര വലിയ വേദിയില് ഇന്ന് പ്രിയദർശിനിയുടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പ്രകാശനത്തിന്റെയും ലൈബ്രറിയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളോട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപേട്ട പിറന്നാൾ കൂടിയാണ്. ഞാനിത് കാലത്താണ് എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു. ഭയങ്കര ദ്രോഹമായി പോയത്. കേട്ടില്ല, വലിയ അധികം വയസ്സായിട്ടില്ല, 10-25 വയസ്സായിട്ടുള്ള പറയണോ. എല്ലാവർക്കും അറിയാം പ്രതാപേട്ടൻ. ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രതാപേട്ടൻ എത്താറുണ്ട്. എല്ലാവർക്കും അറിയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരെയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപേട്ടനെ കണ്ടിട്ടുള്ളത്. പ്രതാപേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിൽ വന്നതിലും ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കി നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്താ പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിലും വലിയ പ്രധാനപ്പെട്ട തന്നെ വാക്ക് തന്നിരിക്കുന്നു. അടുത്ത മാസത്തിൽ ഇതൊരു 10,000 പുസ്തകം മാത്രം ശേഖരമുള്ള ഒരു വലിയ പുസ്തകശാലയായി മാറുമെന്ന് അതിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. നന്ദി. ഞാൻ പറയുന്ന ആളല്ല, പാട്ടുകാരനാണ്. ഞാൻ എന്റെ പാട്ട് പാടിയിട്ട് പോകോളാം. എന്തായാലും കടലിലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ കടലിനെ നമ്മളതിനേക്കാളൊക്കെ കൂടുതൽ അറിയാവുന്ന ഒരു മനുഷ്യനെ കൂടിയാണ് പ്രധാന. ഞാൻ കടലിനെ കുറിച്ച് തന്നെ ഒരു പാട്ട് പാടാം. റെഡിയല്ലേ? മ്യൂസിക് ഒന്നും കേട്ടോ, വെറുതെ പാടുന്നുണ്ട് നമ്മളെ മക്കളെ. കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, കണ്ണീരല്ല മകളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, കണ്ണീരല്ല മകളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഉപ്പുകാട്ടിൽ മീന് മണക്കും, നടുക്കടലിൽ കൊണ്ടാൽ കാറ്റുകൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാ. എവനോ അവൻ തന്നെ മന്നൻ, ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള മക്കളെ ഇങ്ങനത്തെ ഒരു വലിയ വേദിയിൽ വരാൻ പറ്റിയത്. ഒരു പാട്ട് കൂടി വേണോ? ഏത് പാട്ട് വേണം മക്കളെ? ഏത് പാട്ട് പാടണം? തലപ്പാവിന്റെ പാട്ടോ? അത് ഈണമില്ലാതെ പാടാൻ പറ്റില്ല. ഞാൻ ആ വരി മാത്രം പറഞ്ഞോളെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ്
ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ല് പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലിവണ്ടി ഏറിപ്പായുമ്പോൾ എന്റെ തലപ്പാവിനെന്ത് തിളക്കം, എന്റെ തലപ്പാവിനെന്ത് തിളക്കം. എല്ലാവർക്കും അറിയാലോ ആരാണ് വില്ലിവണ്ടിയിൽ തലപ്പാവ് വെച്ച് തരുന്നതെന്ന്? അറിയാം ആർക്കെങ്കിലും? ആരാണ്? അയ്യങ്കാളിയാണ്. പിള്ളേർക്കൊക്കെ അറിയാത്തവരുണ്ട് എല്ലാവർക്കും. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ വലിയ രീതിയിൽ പറഞ്ഞുതരാം അയാൾ ആരാണെന്ന്. അപ്പൊ പ്രധാനപ്പെട്ട ഇപ്പൊ എന്താണ് പരിപാടി? ഇനി എന്താ പരിപാടി തരാം? ഇനി നമ്മള് കേക്ക് മുറിക്കൽ ചടങ്ങാണ് പരിപാടി. പ്രധാനപ്പെട്ട അറിയില്ല കേക്കൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് കാര്യം. ഇത് ഞങ്ങള് പ്രധാനപ്പെട്ട പിറന്നാള് മറച്ചു വെച്ച പോലെ തന്നെ കേക്ക് കാര്യം ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു പ്രധാനപ്പെട്ടോട്. അടുത്ത കേക്ക് മുറിക്കാൻ പ്രതാപേട്ടന്റെ മക്കളായ ആഷിഖ് ആൻസിയും അപ്പും അമ്മുമാണ്. അവർ സ്ഥലത്തില്ല. അപ്പോ പ്രതാപേട്ടന് സർപ്രൈസ് കൊടുത്തത് ഈ നിമിഷം വരെ പ്രതാപേട്ടനോട് അറിഞ്ഞിട്ടില്ല. അച്ഛന് വേണ്ടി മക്കൾ നൽകുന്ന സ്നേഹം. കള്ളിക്കാട്ടിലെ മുള്ളുചെടി പുലരുത്തി, ഒരുത്തി കണ്ണാടിനെ കല്ല് വീണ പുലരുത്തി, ഒരുത്തി മുന്തിരി കണ്ണി കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി. എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു. രണ്ടാം പിറവിയെ രണ്ടാം പിറവിയെ എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു. കണ്ടുപിടിച്ചവൾ അതിന് മിന്നല് കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയെയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലെ വിരൽ കൊണ്ടാൽ പാറക്കല്ലും പൊട്ടും. നിന്നെ വാൽക്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ നീ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം പിറന്നതോ. ആ താങ്ക് യു താങ്ക് യു താങ്ക് യു. കേക്ക് മുറിക്കുന്ന ചടങ്ങായിട്ടുണ്ട്. അതിനു വേണ്ടി നമുക്ക് രമചേച്ചി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ സഹധർമ്മിണി എവിടെ പുള്ളിക്കാരി എവിടെ ചേച്ചി കൂടി വരണം വരണം പ്ലീസ് പ്ലീസ് വരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇത് കേക്ക് കൊടുക്കുന്ന ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചവർക്കുള്ള ആദരമാണ് നടക്കുന്നത്. കളികുളം ഷാഫി പറമ്പിൽ എംപിയും വേടനും ചേർന്ന് സലീൽ വാലത്തിന് ആദരം നൽകുന്നു. സ്വദേശി എം.എ. റിയാസിന് വായനശാലയുടെ ആദരം നൽകുന്നു. മണത്തല സ്വദേശി അബ്ദുള്ള തിരുവത്തിന് വായനശാലയുടെ ആദരം സമ്മാനിക്കുന്നു. ഷാഫി പറമ്പിൽ എം.പി വേടനും ചേർന്ന് ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്യാൻ ആവശ്യമായ പറമ്പത്തിന് ആദരം നൽകുന്നു. ഷാഫി പറമ്പിൽ എംപിയും വേടനും ചേർന്ന് അടുത്തതായി വായനശാലയിൽ സാഹിത്യകാരന്മാരെ ചിത്രീകരിച്ച ആർട്ട് ഗാലറി തയ്യാറാക്കിയ നജീബ് മൊണാലിസയെ ആദരിക്കുന്നു. ഷാഫി പറമ്പിൽ വേടനും ചേർന്ന് നജീബ് മൊണാലിസ. അടുത്തതായി ഭരണഘടനയുടെ 25ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പീപ്പിൾ
എന്നെ ചുമച്ച്